നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ ഫാത്തിമ മാത ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്റർ ക്ലാസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ പ്രൊഫഷണൽ ഫുട്ബോളറും ഇപ്പോൾ മലപ്പുറം ഫുട്ബോൾ ക്ലബിന്റെ പ്രധാന കളിക്കാരനുമായ ശ്രീ മുഹമ്മദ് ഇർഷാദാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ പിലാക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ ശ്രീമതി സിസിലി പോൾ സ്വാഗതം പറഞ്ഞു. സൂപ്പർ ലീഗ്, കേരള ടൂർണമെന്റുകളിലും ഐ ലീഗ് ക്ലബ്ബുകളിലും തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച കായിക പ്രതിഭ ഉദ്ഘാടകൻ ശ്രീ മുഹമ്മദ് ഇർഷാദിന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ബിൻസി ജോസഫ് സ്നേഹോപഹാരം നൽകി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഉടമ മാസ്റ്റർ മുഹമ്മദ് ലാസിൻ വേദിയിൽ തന്റെ ഫുട്ബോൾ പ്രകടനം കാഴ്ചവെച്ചു. സ്കൂൾ സ്പോർട്സ് മിനിസ്റ്റർ കുമാരി ഷദ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി തസ്നീം, PTA ട്രഷറർ ശ്രീ നൌഫൽ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ ജാഷിർ, ശ്രീ സാജിദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചെസ് അക്കാദമി കോഴിക്കോട് ഫോക്കസ് മാളിൽ സംഘടിപ്പിച്ച ഓൾ കേരള ഇന്റർ സ്കൂൾ അൺറേറ്റഡ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയ സ്കൂളിലെ ചെസ് പ്രതിഭകൾക്ക് ശ്രീ മുഹമ്മദ് ഇർഷാദ് ട്രോഫി നൽകി. ശേഷം ഗ്രൗണ്ടിൽ ഫുട്ബോൾ മാന്ത്രികൻ ശ്രീ മുഹമ്മദ് ഇർഷാദ് കിക്ക് ഓഫ് ചെയ്ത് ഗോൾ വല ചലിപ്പിച്ചതോടെ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. 13 ടീമുകളാണ് ടൂർണമെന്റിൽ ഇത്തവണ മാറ്റുരക്കുന്നത്. ടൂർണമെന്റിലെ വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും ലഭിക്കും. വിന്നേഴ്സിനുള്ള ആകർഷകമായ റോളിംഗ് ട്രോഫിയും ഏറ്റവും നല്ല ഗോൾ കീപ്പർക്കുള്ള സ്ഥിരം ട്രോഫിയും സ്പോൺസർ ചെയ്തത് സ്കൂൾ PTA ആണ്. റണ്ണറപ്പിനുള്ള ട്രോഫി മാനേജ്മെന്റ് ആണ് സ്പോൺസർ ചെയ്തത്. കൂടാതെ ഏറ്റവും നല്ല കളിക്കാരനുള്ള ട്രോഫി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സിസിലി പോൾ സ്പോൺസർ ചെയ്തു. ഇതിനു പുറമെ ഓരോ കളിയിലും മികച്ച കളിക്കാരനുള്ള മെഡൽ സ്കൂൾ കായികാധ്യാപകൻ ശ്രീ ഗ്രിഷിത്ത് സ്പോൺസർ ചെയ്തു. ഓരോ മത്സരങ്ങളും കാണികളായ വിദ്യാർത്ഥികളിൽ ആവേശത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ചു. തങ്ങളുടെ ടീമുകളുടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗാലറിയിൽ വിദ്യാർത്ഥികൾ ജയാരവങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്നു. ഇത് കളിക്കാർക്ക് വലിയ ആവേശം പകർന്നു. ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. പഠനത്തിൻ്റെ ഒപ്പം സ്പോർട്സ് നമ്മുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മാനസിക വികാസം നൽകുന്നതിനൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസ് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മലപ്പുറത്ത് ജോലി ചെയ്യാൻ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അത്രമാത്രം ഫുട്ബോളിനെ പ്രണയിക്കുന്ന ആൾക്കാരാണ് വ്യക്തികൾ. ഫുട്ബോളിൻ്റെ വലിയ ഉയരങ്ങൾ കീഴടക്കിയ വ്യക്തിത്വങ്ങളാണ്. അതിൽപ്പെട്ട ഒരു സുഹൃത്താണ് നമ്മുടെ മുഹമ്മദ് ഇർഷാദ്. തിരൂരിലെ സ്പോർട്സ് അക്കാദമി തിരൂരിലൂടെയാണ് അദ്ദേഹം കളിച്ച് വളർന്നത്. ഇപ്പോ മുഹമ്മദ് കൽക്കട്ടയ്ക്ക് വേണ്ടി ബൂട്ടണിയുന്നു. അതിന്റെ ഒരു ലീവ് സമയത്ത് അദ്ദേഹം മലപ്പുറം ഫുട്ബോൾ ക്ലബിന് വേണ്ടി ഈ സീസണിൽ കളിച്ചിട്ടുണ്ട്. എനിക്ക് നിന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒരു കാലത്ത് സ്പോർട്സ് ഒരു ഗെയിം മാത്രമായി കണ്ടിരുന്ന നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളും നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളടക്കമുള്ള സമൂഹവും ഇന്ന് അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സന്തോഷകരം. മുഹമ്മദൻ എന്നീ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം മലപ്പുറം FC-യുടെ പ്രധാന കളിക്കാരനാണ്. ബ്രസീലിയൻ, സ്പാനിഷ് ഫുട്ബോൾ ടീമുകൾക്ക് വേണ്ടി കളമിറങ്ങാടിയ കളിക്കാർക്കൊപ്പം ശ്രീ ഇർഷാദ് തന്റെ കഴിവുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഫുട്ബോൾ ആരാധകരുടെ മനം കവർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച് തന്റെ പാദസ്പർശത്താൽ ഓരോ മണൽത്തരികളെയും കോരിത്തരിപ്പിച്ച് കാൽപന്ത് കളിയുടെ ഈറ്റില്ലമായ മലപ്പുറത്തുകാരുടെ ഹൃദയവികാരമായ ഈ അതുല്യ കായിക പ്രതിഭയെ ഫാത്തിമ മാത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ ഇന്റർ ക്ലാസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫുട്ബോൾ മാച്ച് കളിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടൂർണമെൻറ്റ് നടത്തുന്ന മാനേജ്മെൻറ്റ്സിനും ടീച്ചേഴ്സിനും
വളരെയധികം നന്ദി. കാരണം ഇങ്ങനത്തെ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ളതും അവരെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. ഈ ടൂർണമെൻറ്റിലൂടെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് വളർന്നു വരട്ടെ ഞാൻ ആശംസിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. Thank you, sir, for inaugurating the event and motivating our young players. Will make this championship a grand success. May this inter-class championship inspire you to aim higher, stay committed, and uphold the true spirit of the game. All the very best to all the team members. Thank you. മീഡിയ ന്യൂസ് തിരൂർ.